മലപ്പുറം അരീക്കോട് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ പടക്കം പൊട്ടി 2 കുട്ടികൾക്ക് പരിക്കേറ്റു. മത്സരത്തിന് മുൻപ് പടക്കം പൊട്ടിച്ചപ്പോൾ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പടക്കം വീഴുകയായിരുന്നു. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട്. ശാന്തകുമാർ, എന്താണ് വിശദാംശങ്ങൾ? ഗൗതമി, ഇന്ന് അല്പം മുമ്പാണ് ഈ സംഭവം. 9 മണിക്കാണ് അരീക്കോട് ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത്. അതിന് മുന്നോടിയായി കാണികളിൽ ചിലർ പടക്കം പൊട്ടിച്ചതാണ്. അത് സംഘാടകരും കൂടി ചേർന്ന് തന്നെയായിരുന്നു പടക്കം പൊട്ടിക്കുന്നതുണ്ടായിരുന്നത്. അത് ഈ ചൈനീസ് മാതൃകയിലുള്ള പടക്കങ്ങളായിരുന്നു. ആ മുകളിലേക്ക് കയറി പൊട്ടുന്ന വിധത്തിലുള്ള പടക്കം. പക്ഷേ അതിന്റെ ദിശ തെറ്റി സൈഡിലേക്ക് വരികയും കാണികളുടെ ഇടയിലേക്ക് വരികയുമാണ് ഉണ്ടായത് എന്നാണ് അറിയുന്നത്. അതിൽ നിരവധി പേർക്ക് ചെറിയ തോതിൽ പരിക്കുണ്ട്. 2 കുട്ടികൾ ഉൾപ്പെടെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇവരെയും മഞ്ചേരി മെഡിക്കൽ കോളേജിലും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുകയാണ്. എന്തായാലും മത്സരം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ച് ഇതുവരെയായിട്ട് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പടക്കം എന്തായാലും കാണികൾക്കിടെ നിരവധി പേർ ഈ മത്സരം കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ആ കാണികൾക്കിടയിലേക്കാണ് ഈ പടക്കത്തിന്റെ മൊഴികൾ തെറിക്കുകയും പടക്കം ചിലത് വന്ന് തെറിച്ച് വീണ് പൊട്ടുകയും എല്ലാം ചെയ്തിട്ടുള്ളത്. അതിന്റെ പരിക്കിന്റെ ഗുരുതരാവസ്ഥയിലേക്ക് കൂടുതൽ പരിശോധനയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിക്ക് പറ്റിയവരെ എല്ലാവരെയും ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗൗതം, ശാന്തകുമാർ, ഇതിനകത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഈ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള സമയത്താണ് ഈ പടക്കം അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായത്, അതോ മത്സരത്തിന് ശേഷം ജയിച്ചതിന് ശേഷമുള്ള വിജയാഹ്ലാദ സമയത്തായിരുന്നു ഈ പടക്കം പൊട്ടിച്ചത്? അത് സംബന്ധിച്ച് വിവരങ്ങളുണ്ടോ? ഒപ്പം തന്നെ നമുക്കറിയാം, ഒരുപാട് 5 മത്സരങ്ങൾ ഉൾപ്പെടെ വലിയ മത്സരങ്ങൾ നടക്കുന്ന പ്രാദേശിക ഫുട്ബോൾ ടൂർണമെൻറ്റുകളൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിലേത് തരത്തിലുള്ള മത്സരമാണ് അവിടെ നടന്നിരുന്നത്? അതിൻ്റെ വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കാമോ? അരീക്കോട് ജനകീയ ഫുട്ബോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മത്സരമാണ് നടക്കുന്നത്. 9 മണിക്കാണ് ഫൈനൽ മത്സരം. ഇന്നും ഫൈനൽ മത്സരമാണ്. അത് മാവൂരും അതുപോലെ തന്നെ നെല്ലിക്കുത്ത് 2 ടീമുകൾ തമ്മിലുള്ള മത്സരമാണ്. പ്രധാനപ്പെട്ട വലിയ തോതിൽ പ്രാദേശികമായി നടക്കുന്ന വലിയ പ്രധാനപ്പെട്ട ടീമുകൾ തന്നെയാണ് ഈ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ജനപങ്കാളിത്തവുമുണ്ട്. 9 മണിക്ക് കളി ആരംഭിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിരുന്നത്. സാധാരണ മലപ്പുറത്ത് ഉൾപ്പെടെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങളെല്ലാം രാത്രി 9 മണിക്ക് ശേഷം തന്നെ ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു ജനകീയ കമ്മിറ്റി നേതൃത്വത്തിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരമാണ്. അതിന്റെ ഫൈനൽ മത്സരത്തിൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തമുണ്ട്. അതാണ് ഗാലറിയിൽ നിറഞ്ഞു കവിഞ്ഞ് നമുക്ക് കാണാനും കഴിയുന്നത്. അതിനിടയിലേക്കാണ് ഈ പടക്കം പൊട്ടിയിരിക്കുന്നത്. കാരണം ഇന്ന് ഫൈനൽ മത്സരം ആയതുകൊണ്ട് തന്നെ ഈ ടീമങ്ങളുടെ ആഹ്ലാദ പ്രകടനത്തിന്റെയും മറ്റേ ഇതിന്റെ വിജയാഘോഷത്തിന്റെയും എല്ലാം ഭാഗമായി നേരത്തെ തന്നെ സ്വരൂപിച്ചതാണെന്ന് കരുതുന്നു. അതിന്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പടക്കം മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ചൈനീസ് മാതൃകയിലുള്ള ചെറിയ തോതിലുള്ള അനുവദനീയമായ രീതിയിലുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് ആ മൈതാനത്തിന് ഒരു വശത്ത് വെച്ചാണ് പൊട്ടിച്ചിരുന്നത്. അതിനിടയിലാണ് ഇത് ഒരു വശത്തിലേക്ക് തെറിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അതാണ് അത് നിയന്ത്രിക്കാനും പറ്റാത്ത വിധത്തിലായിരുന്നു. അത് മുഴുവനായി പൊട്ടി തീർന്നതിന് ശേഷമാണ് അവിടുന്ന് ആളുകൾക്ക് മാറാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ചെറിയ തോതിൽ എല്ലാവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. 2 ചെറിയ കുട്ടികൾക്ക് ആണ് നല്ല ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ പരിക്ക് പറ്റിയവരെ എല്ലാവരെയും ഇപ്പൊ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗൗതം.